ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ ഇന്ന് സംസ്ഥാനത്ത് പണിമുടക്കുകയാണ്. ആശുപത്രി പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധമായിരിക്കും സൂചനാ പണിമുടക്ക് നടത്തുക. UNA-യുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ നിന്ന് അവകാശ പ്രഖ്യാപന സമ്മേളനവും നടക്കും. MS ലിഷോയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ലിഷോയ്, സർക്കാർ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരുടെ സമരമാണ്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ വേതന വ്യവസ്ഥ സംബന്ധിച്ച് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ സൂചനാ സമരം ഇന്ന് നടക്കുന്നു. അവർ രോഗികളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സമരം? അതായത് 1/3 നഴ്സുമാർ ഈ സമരത്തിന് എത്തുകയാണ് ചെയ്യുന്നത്. പ്രധാനമായും നമുക്കറിയാവുന്നതുപോലെ തന്നെ പല തവണ ഈ നഴ്സുമാരുടെ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരവും സമരപ്രഖ്യാപനവും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. അത് പക്ഷേ വലിയൊരു ഈ ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിച്ച് പല തവണ അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ വർഷങ്ങളായി, ഏകദേശം 8 വർഷത്തിലധികമായി ഈ നഴ്സുമാരുടെ ശമ്പളത്തിൽ യാതൊരു വിധത്തിലുള്ള വർധനവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഒരു ഉറപ്പുകളും ഇതുവരേക്കും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് UNA ഇന്നിപ്പോൾ സമര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്, അതായത് സൂചനാ സമരം നടത്തുന്നത്. ഇന്ന് നടക്കുന്ന ഈ അവകാശ പ്രഖ്യാപന സമ്മേളനത്തിൽ തുടർന്നുള്ള സമരപരിപാടികൾ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് UNA ഭാരവാഹികൾ ഇന്നലെ തൃശ്ശൂരിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഏകദേശം 11 മണിയോട് കൂടിയാണ് എല്ലാവരും റാലി ആയിക്കൊണ്ട് തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുക. അതിനുശേഷം ഈ അവകാശ പ്രഖ്യാപന സമ്മേളനവും നടക്കും. പ്രധാനമായും 40,000 രൂപയാക്കി അടിസ്ഥാന വേതനം ഉയർത്തണം എന്നൊരാവശ്യമാണ് ഉന്നയിക്കുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ഒരു ആവശ്യം, അതായത് സർക്കാർ മേഖലയിലുള്ള നഴ്സുമാർക്ക് ലഭിക്കുന്ന അത്രത്തോളം ശമ്പളം ലഭിച്ചില്ലെങ്കിൽ പോലും അതിനോട് ആ ഒരു നീതി പുലർത്തുന്ന തരത്തിലുള്ള ശമ്പളം ലഭിക്കണം തങ്ങൾക്ക് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ നഴ്സുമാരുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ സമരം നടക്കുന്നത്. എന്തായാലും ആശുപത്രി പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധമാണ് ഇന്നിപ്പോൾ സമരം നടത്തുന്നതെന്നാണ് പറയുന്നത്. നേരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി UNA ഭാരവാഹികൾ അറിയിച്ചിരുന്നു. അതായത് സർക്കാർ അടിസ്ഥാന ശമ്പളം 40,000 നിജപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് ഇറക്കുകയാണെങ്കിൽ ചില മാനേജ്മെൻറ്റുകൾ ആ ശമ്പളം നൽകാൻ തയ്യാറാണ് എന്ന് ഈ UNA ഭാരവാഹികളോട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഈ വർഷങ്ങളായി, ഏകദേശം 7 വർഷത്തിലധികമായി, 8 വർഷത്തോളമായി ഈ ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നു, അത് നടപ്പാക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇതുവരേക്കും യാതൊരു വിധത്തിലും ഇവരുടെ ഒരു ആവശ്യം പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് UNA ഭാരവാഹികൾ പറയുന്നത്. ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും അവരെ സർക്കാർ വിളിച്ചിരുന്നുമില്ല എന്നുള്ളതും UNA ഭാരവാഹികൾ വ്യക്തമാക്കുന്നു.